ഇൻഫോ മീഡിയ വ്ലോഗിന്റെ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന അതിതീവ്ര മഴയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും നാളെ ഏതൊക്കെ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിന്റെ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഈ ചാനലിനെ ഫോളോ ചെയ്യുന്നത് പരിഗണിക്കുക. വരുന്നത് അതിതീവ്രമായിട്ടുള്ള മഴയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. വയനാട്ടിൽ നിന്ന് ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മിക്കുന്നതിന് സമീപത്തായി വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. മീനാക്ഷി പാലത്തിലേക്കാണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണത്. മീനാക്ഷി പാലം ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ മൂടപ്പെട്ടിരിക്കുന്നു. ഗതാഗത സംവിധാനങ്ങൾ ഇപ്പോൾ നിലച്ച അവസ്ഥയിലാണ്. സംസ്ഥാനപാത 59 കടന്നു പോകുന്നത് ഈ പ്രദേശത്തുകൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മളിനി അഭിമുഖീകരിക്കാൻ പോകുന്നത്. മീനാക്ഷി പാലത്തിന് സമീപത്തായി ഉണ്ടായിരുന്നത് ഒരു ബസ് സ്റ്റോപ്പാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഏകദേശം 5 പേരെ ഇപ്പോൾ കാണാതായിട്ടുണ്ട്. കൂടുതൽ പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 9 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിതീവ്ര മഴ പെയ്യുന്ന ഈ സാഹചര്യത്തിൽ വയനാട് വൈത്തിരി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയെ തുടർന്ന് ഇപ്പോൾ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ബാധകമല്ല. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രം 8/7/2026 ശേഷം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവധി തുടരുന്നതാണ്. ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് വയനാട്ടിൽ പെയ്യുന്നത്. ഇപ്പോൾ കള്ളാടി മണ്ണിടിച്ചിൽ ഉണ്ടായ ദുരന്തമുഖത്തേക്ക് രക്ഷാസേനയ്ക്കും ആംബുലൻസുകൾക്കും അതിവേഗം എത്തിച്ചേരുന്നതിനായി കോഴിക്കോട് മുതൽ കൽപ്പറ്റ വരെയുള്ള ദേശീയപാതയിൽ അടിയന്തര ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. വഴിമാറി നൽകുക. ആംബുലൻസുകൾക്കും മറ്റ് അടിയന്തര സേനാ വാഹനങ്ങൾക്കും തടസ്സമില്ലാതെ കടന്നു പോകാൻ റോഡിൽ പൂർണ്ണമായും വഴിയൊരുക്കുക. യാത്രകൾ പരമാവധി ഒഴിവാക്കുക. താമരശ്ശേരി ചുരത്തിൽ യാതൊരു വിധത്തിലുള്ള ഗതാഗത കുരുക്കും ഉണ്ടാകാതിരിക്കാൻ പൊതുജനങ്ങൾ പരമാവധി സഹകരിക്കുക. ചുരത്തിലൂടെയുള്ള ആവശ്യമല്ലാത്ത എല്ലാ യാത്രകളും നിലവിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഈ റൂട്ടിലുള്ളവരും യാത്ര പ്ലാൻ ചെയ്യുന്നവരും അതീവ ജാഗ്രത പുലർത്തുകയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യുക. കേരളത്തിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള ആശങ്ക വീണ്ടും ഉയരുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണിത്. മണ്ണിൽ പെട്ടെന്ന് വലിയ വിള്ളലുകൾ കാണുക, വീടിന്റെ ഭിത്തികളിലോ തറയിലോ പുതിയ വിള്ളലുകൾ രൂപപ്പെടുക, മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും ഒരു വശത്തേക്ക് ചെരിയുക, കിണറിലെയോ ഉറവിടങ്ങളിലെയോ വെള്ളത്തിന്റെ നിറം മാറുക, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം ഒഴുകി തുടങ്ങുക, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. കുന്നിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ രാത്രിയിലും മഴയുടെ സമയത്തും അസാധാരണമായ വലിയ ശബ്ദങ്ങൾ കേൾക്കുകയോ മണ്ണ് ഇളകുന്നതായി സംശയം തോന്നുകയോ ചെയ്താൽ അത് അവഗണിക്കരുത്. ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ജീവൻ സുരക്ഷിതമാക്കുക എന്നതാണ്. അപകട സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ സമയം കളയാതെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക. ഒന്നും സംഭവിക്കില്ല എന്ന ചിന്ത അപകടകരമായേക്കാം. അടിയന്തരമായി വീട്ടിൽ നിന്ന് പോകേണ്ട സാഹചര്യമുണ്ടായാൽ തിരിച്ചറിയൽ രേഖകൾ, മൊബൈൽ ഫോൺ, ചാർജർ, ആവശ്യമായ മരുന്നുകൾ, കുടിവെള്ളം, ചെറിയൊരു ടോർച്ച് എന്നിവ ഒരു ബാഗിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. എന്ന് കരുതി വീട്ടിലെ സാധനങ്ങൾ മുഴുവനും പാക്ക് ചെയ്ത് വെക്കേണ്ട ഒരാവശ്യവുമില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ സന്ദേശങ്ങളും വിശ്വസിക്കരുത്. ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പിന്തുടരുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ഭരണകൂടം, പോലീസ്, കാലാവസ്ഥാ വകുപ്പ് എന്നിവ നൽകുന്ന അറിയിപ്പുകൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ടത്. അയൽവാസികളായ പ്രായമായവരും കുട്ടികളും ഭിന്നശേഷിക്കാരും സുരക്ഷിതരാണോ എന്ന് ശ്രദ്ധിക്കുന്നതും കൂടെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചെറിയ ഒരു മുന്നറിയിപ്പ് പോലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം. പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ മുൻകരുതലുകളും ശരിയായ സമയത്തെ തീരുമാനവും വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നിർബന്ധമായും പങ്കുവയ്ക്കുക. മഴക്കാലത്ത് എല്ലാവരും ജാഗ്രത പാലിക്കാം. കൂടുതൽ സർക്കാർ അറിയിപ്പുകൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിവരങ്ങൾ എന്നിവ അറിയാൻ ഇൻഫോ മീഡിയ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി.